അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി കരുതലോടെ കരുനീക്കാമെന്ന പേരിൽ കോഴിക്കോട് ബീച്ചിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കി ജില്ലാ ഭരണകൂടം. ലഹരി ഉപയോഗത്തിലൂടെ ഉണ്ടാകുന്ന വ്യക്തിഗതവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം നൽകുന്ന സന്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി നിർവഹിച്ചു. വിനോദത്തിനൊപ്പം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും കൂടിയാണ് ഈ പാമ്പും കോണിയും കളി. സിന്തറ്റിക് മയക്കുമരുന്നിന്റെ പിടിയിൽ അറിയാതെ എങ്ങാനും പെട്ടുപോയാൽ 97ാമത്തെ കളത്തിൽ നിന്ന് ലഹരി എന്ന പാമ്പ് വിഴുങ്ങി നേരെ 20ലേക്ക് വരും. എന്നാൽ കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കുന്ന കളത്തിലെത്തിയാലോ നേരെ 94ലേക്ക് പോകാനുള്ള ഏണിയും ലഭിക്കും. ഇനി കുറച്ച് വ്യായാമം ചെയ്താലോ 54ൽ നിന്ന് നേരെ 84ലേക്കാണ് ജയിച്ചു കയറാൻ കഴിയുക. ലഹരിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിഹാരമാർഗങ്ങൾ ഓരോ കളത്തിലും വിശദീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് കരുതലോടെ കരുനീക്കാം എന്ന പേരിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കിയത്. ഏണിയും പാമ്പും എന്നുള്ളത് നമ്മളുടെ സാധാരണ ഏണിയും പാമ്പും കളിക്കുന്നത് പോലെയല്ല. ഇതിൽ പാമ്പെന്ന് പറയുന്നത് ഓരോ ലഹരിയുടെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് നമ്മൾ ജീവിതത്തിൽ എങ്ങനെ താഴെ പോകുന്നു എന്നുള്ളത് കാണിക്കുകയാണ്. ഏണി എന്ന് പറയുന്നത് നമുക്ക് ഓരോ നല്ല ഗുണങ്ങൾ നമ്മൾ പരിശീലിക്കുന്നതിലൂടെ ജീവിതത്തിൽ എങ്ങനെ ഉയർച്ച നേടാം എന്നുള്ളതുമാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. പക്ഷേ പാമ്പ് വിഴുങ്ങുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഓരോ സമയത്തും പാമ്പിൻ്റെ വാലിൻ്റെ അറ്റത്ത് അവിടെ സഹായവും ഉണ്ട് എന്നാണ്. ഇപ്പോൾ ചില അവിടെ എഴുതിയിട്ടുണ്ട്, മനസ് ഹെൽപ്പ് ലൈനിൽ വിളിക്കുക അവിടെ ചെല്ലും. അപ്പോൾ അത് എന്ന് പറയുന്നത് അതുവഴി ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായാണ് കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ വ്യത്യസ്തമായ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. വിനോദത്തിന് പുറമെ ലഹരിക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് പരിപാടിയുടെ ഉദ്ദേശം. സംസ്ഥാനത്ത് തന്നെ ഒട്ടാകെ നമ്മൾ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്, തൂഫാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ എങ്ങനെ ആൾക്കാരിലേക്ക് ബിഹേവിയറൽ ചേഞ്ചും കൂടെ കൊണ്ടെത്തിക്കാം എന്നുള്ള ഒരു സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നശാമുക്ത് ഭാരത് അഭിയാൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നിവിടെ കളിക്കളം എന്ന് പറയുന്ന ഒരു ചെറിയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. നമ്മൾ ആലോചിക്കേണ്ടത് ഇതൊരു വെറുതെ ഒരു ഡ്രഗ് ക്രൈസിസ് എന്നുള്ള രീതിയിൽ മാത്രം കണ്ടിട്ട് കാര്യമില്ല. ഇതൊരു മെൻ്റൽ ഹെൽത്ത് ക്രൈസിസും കൂടിയാണ്. അത് നമ്മൾ ആ രീതിയിൽ തന്നെ പബ്ലിക് ഹെൽത്ത് ക്രൈസിസ് ആയിട്ട് തന്നെ നമ്മൾ മാനേജ് ചെയ്യണം. ഷൂട്ട് ഔട്ട്, ലൈവ് പെയിന്റിംഗ് തുടങ്ങിയ ആക്ടിവിറ്റി കോർണറുകളും സംഘടിപ്പിച്ചിരുന്നു. ജില്ലാ കളക്ടറുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് പാമ്പും കോണിയും കളിക്കളം ബീച്ചിൽ ഒരുക്കിയത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.